ഭരതാ, നിന്നെപ്പോലെ ഇത്രയും സദ്ഗുണസമ്പന്നനും ഭാഗ്യവാനുമായി മറ്റൊരാളില്ലെന്ന് എനിക്ക് ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കാൻ കഴിയും. രാമന്റെ ഏറ്റവും പ്രിയങ്കരനായ അനുജനായിരിക്കാനുള്ള നിന്റെ അർഹത നീ തെളിയിച്ചിരിക്കുന്നു. രാമൻ വനയാത്രയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഈ ആശ്രമം സന്ദർശിച്ചു, ഇവിടം പരിശുദ്ധമാക്കി. ആ രാവിൽ മധ്യരാത്രി വരെ രാമൻ എന്നോടും മാതുലനും നിന്നെയും നിന്റെ ഗുണങ്ങളെയും സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു. അവർ എന്നോടൊപ്പം പുണ്യസ്നാനത്തിനായി പ്രയാഗിൽ വന്നു. സ്നാനത്തിലേർപ്പെട്ടിരുന്നപ്പോഴും രാമദേവൻ നിന്നെപ്പറ്റി സ്മരിച്ചിരുന്നു. അയോധ്യ വിട്ട ദിവസം നിന്നെയും ശത്രുഘ്നനെയും കാണാൻ കഴിഞ്ഞില്ലെന്നതിൽ രാമൻ വളരെ ദുഃഖിച്ചിരുന്നു. രാമൻ നിന്നോടുള്ള സ്നേഹമളക്കാൻ എനിക്ക് സാധ്യമല്ല. മാത്രമല്ല, തന്നെ അഭയം പ്രാപിച്ചിട്ടുള്ളവരുടെ ദുഃഖം ലഘൂകരിക്കുന്നതിനും ശമിപ്പിക്കുന്നതിനും രാമൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിശ്വം മുഴുവൻ രാമന്റെ കുടുംബമാണ്. എല്ലാവരും അവിടുത്തെ ബന്ധുക്കളും മൈനസ് നീ രാമന്റെ മനുഷ്യരൂപത്തിലുള്ള പ്രേമമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ പേരിലുണ്ടെന്ന് നീ വിശ്വസിക്കുന്ന കളങ്കം എനിക്കൊരു പാഠവും ഉദാഹരണവും പ്രചോദനവുമാണ്. ഭരതാ, നീ ദുഃഖഭാരം കൊണ്ട് താണുപോകരുത്. നീ ചിന്താമണി കൈവശമുള്ളവനാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്വയം പാപിയാണെന്ന് വിലപിക്കുന്നു? അതു ശരിയല്ല. സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും ദർശനം തീർച്ചയായും എല്ലാ ആധ്യാത്മിക പ്രയത്നങ്ങൾക്കും ലക്ഷ്യമാക്കുന്ന ഒന്നാണ്. എനിക്ക് ആ ഭാഗ്യം ലഭിച്ചു. കാരണം എനിക്ക് ആ ദർശനത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ കഴിഞ്ഞുതന്നെ. എനിക്ക് അവരുമായി സംസാരിക്കുവാൻ സാധിച്ചു. ഞാൻ അവരുടെ സന്നിധിയിലായിരുന്നു. എനിക്കവരെ സ്പർശിക്കാനും കഴിഞ്ഞു. അവരുടെ ആതിഥേയനാവാനുള്ള അവകാശവും ആനന്ദവും എനിക്ക് ലഭിച്ചിരുന്നു. ഒരുപക്ഷെ എന്നെ കാത്തുകൊണ്ട് സുഹൃതത്തിന്റെ സ്വൽപ്പം അംശമുണ്ടായിരിക്കണം. കാരണം എനിക്ക് നിന്റെ ദർശനത്തിന്റെ ആനന്ദം അനുഭവിക്കാൻ ഇന്നു കഴിഞ്ഞുവല്ലോ. എന്റെ ഹൃദയത്തിൽ ഹർഷോന്മാദം നിറഞ്ഞിരിക്കുന്നു. ഞാൻ യഥാർത്ഥമായി അനുഗ്രഹീതനാണ്. കാട്ടിൽ ജീവിക്കുന്ന തപസ്വികളായ ഞങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റാനും ഞങ്ങളുടെ പുണ്യം വർദ്ധിപ്പിക്കാനുമായിരിക്കണം രാമൻ വനത്തിലേക്ക് നാടുകടത്തപ്പെട്ടത്. ഞങ്ങൾ തീർച്ചയായും അനുഗ്രഹീതർ തന്നെ. ഈ രീതിയിൽ ഭരദ്വാജ മഹർഷി ഭരതന്റെ നാനാവിധ ഗുണങ്ങളും വൈശിഷ്ട്യങ്ങളും പുകഴ്ത്തി. ആരാധനനായ ആ തപസ്വിയുടെ കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ നിറഞ്ഞ് കവിൾത്തടങ്ങളിലൂടെ ഒഴുകി ഭരതനും ശത്രുഘ്നനും തങ്ങൾ രാമന്റെ സഹോദരന്മാരായിരിക്കുന്നതിൽ ഭാഗ്യവാൻമാരാണെന്ന് ബോധ്യപ്പെട്ടു. ആ പ്രേമമൂർത്തിയുടെ മുമ്പിൽ നിന്നും തങ്ങൾ നാടുകടത്തപ്പെട്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് ദുഃഖമായി. അവർ വീണ്ടും അവാച്യമായ ദുഃഖത്തിലും അസഹ്യമായ പ്രാണവേദനയിലും മ്ലാനതയിലും വീഴ്ത്തപ്പെട്ടു. തീവ്രവേദനയാൽ അടഞ്ഞുപോയ ശബ്ദത്തിൽ മഹർഷിയെ നമസ്കരിച്ച് എഴുന്നേറ്റ് ഭരതൻ പറഞ്ഞു, ഗുരോ, അങ്ങ് ഭൂതവും ഭാവിയും വർത്തമാനവും അറിയുന്ന ആളാണ്. അങ്ങ് സത്യമാണ് പറഞ്ഞത്. മൈനസ് അങ്ങ് പരമസത്യം മനസ്സിലാക്കിയ ആളാണല്ലോ. മൈനസ് സാമർഥ്യത്തിലും ശക്തിയിലും രാമൻ അജയ്യനാണ്. മൈനസ് മനുഷ്യരുടെ മാനസിക വ്യാപാരങ്ങളെല്ലാം രാമൻ അറിയും എന്നത് അവരുടെ മനസ്സിനെ ഇപ്പോൾ മഥിക്കുന്നതെന്തെന്നും അദ്ദേഹത്തിനറിയാം. അമ്മ ചെയ്ത തെറ്റിനെപ്പറ്റി എനിക്കിപ്പോൾ ഒരു ദുഃഖവുമില്ല. ആ ദുരന്ത സംഭവങ്ങളുടെ പേരിൽ ജനങ്ങൾ എന്നെ കുറ്റം പറയുമെന്ന ഭയവും എനിക്കില്ല. ഞാൻ സ്വർഗപ്രാപ്തിക്ക് അനർഹനാണെന്നറിഞ്ഞാൽ പോലും എനിക്ക് യാതൊരു നിരാശയുമില്ല. എന്റെ പിതാവ് വലിയ പ്രശസ്തി നേടിയിട്ടുണ്ട്. അന്തരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ രാമൻ ലക്ഷ്മണനോടുകൂടി തന്റെ സന്നിധിയിൽ നിന്നും പോയപ്പോൾ ആ ക്ഷണത്തിൽ തന്നെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ആ ദുരന്തസംഭവത്തിന്റെ അശനിപാതം അതിജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി ഇനി ഉത്കണ്ഠപ്പെടേണ്ടതില്ല. എന്നാൽ സീതയും രാമനും ലക്ഷ്മണനും നഗ്നപാതരായി സഞ്ചരിക്കുകയാണ്. താപസവേഷത്തിൽ അവർ കുശപ്പുള്ളുകൊണ്ടുള്ള ആസനങ്ങളിൽ ഇരിക്കുന്നു. പർണശാലകളിൽ താമസിക്കുന്നു. വെയിലിൽ അവർ ഉണങ്ങുന്നു. മഴയിൽ അവർ കുതിരുന്നു. തണുപ്പിൽ വിറകൊള്ളുന്നു. അതിന്റെ തീവ്രത അനുഭവിക്കുകയും ചെയ്യുന്നു. അവർ വനാന്തരത്തിൽ അനന്ത ദുരിതങ്ങൾ അനുഭവിക്കുകയാണല്ലേ. പറയൂ, ഞാനല്ലേ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം കാരണക്കാരൻ? രാവും പകലും എന്നെ കരഞ്ഞു തിന്നുന്ന ദുഃഖം ഇതാണ്. ഭക്ഷണം എന്റെ വയറ്റിൽ കടക്കാൻ കൂട്ടാക്കുന്നില്ല. ഉറക്കം എന്റെ കൺപോളകളെ അടയ്ക്കാനും സമ്മതിക്കുന്നില്ല. അമ്മയുടെ മനസ്സിന്റെ കഠിനത എന്റെ ഹൃദയത്തിൽ തറച്ചിട്ടുള്ള കരാളമായിത്തീർന്ന തന്ത്രം എന്നെ നശിപ്പിക്കുന്നതിനുള്ള കെണിയായി. എന്തു ചെയ്തിട്ടും എന്നെ കരയിക്കുന്ന ആ പ്രാണവേദന ശമിപ്പിക്കാൻ കഴിയുന്നില്ല. അത് അവസാനിക്കുക രാമൻ അയോധ്യയിലേക്ക് മടങ്ങുന്ന ദിവസം മാത്രമായിരിക്കും. ഈ വേദനയെ ഇല്ലാതാക്കാൻ മറ്റൊരാളുമില്ല. അവിടെ കൂടിയിരുന്ന സന്യാസിമാർ രാജകുമാരന്റെ ഈ വാക്കുകൾ കേട്ട് വളരെ സന്തോഷിച്ചു. ഭരദ്വാജൻ ഭരതനോട് പറഞ്ഞു, മകനേ, നീ ഇനി ദുഃഖിക്കരുത്. രാമന്റെ പാതാരവിന്ദങ്ങളിൽ നിന്റെ ദൃഷ്ടികൾ പതിയുന്നതോടുകൂടി നിന്റെ ദുഃഖഭാരം ഉരുകി അപ്രത്യക്ഷമാകും. അവിടത്തെ തപസ്സുകളും അദ്ദേഹത്തെ പലവിധം ആശ്ലേഷിക്കുകയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഭരദ്വാജ മഹർഷി ഒരു ശിഷ്യനെ വിളിച്ച് ഭരതശത്രുഘ്നന്മാർക്ക് സമർപ്പിക്കുന്നതിനായി കുറേ ഫലമൂലാദികൾ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു.
രാമനെ ദർശിക്കാനുള്ള ഈ ഔത്സുക്യത്തിൽ യാത്രയിൽ വഴിക്ക് നേരിടേണ്ടിവന്ന അനേകം ക്ലേശങ്ങളെ യാതൊരാവലാതിയും പ്രകടിപ്പിക്കാതെ സഹിച്ചിട്ടുള്ള അംഗരക്ഷകർ, മന്ത്രിമാർ, രാജസ്തുതിപാഠകർ, അയോധ്യാവാസികൾ തുടങ്ങിയവർക്കെല്ലാം ഭക്ഷണം നൽകുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും അദ്ദേഹം ശിഷ്യന്മാരോടാവശ്യപ്പെട്ടു. മഹർഷിയുടെ ആജ്ഞസാദരം സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ വിളംബം അവിടെ അതിഥികളായി വന്ന എല്ലാവർക്കും ധാരാളം ഭക്ഷണവിഭവങ്ങൾ നൽകി. രാജകുമാരന്മാരായ ഭരതശത്രുഘ്നന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും മന്ത്രിമാർക്കും കൊട്ടാരം ഉദ്യോഗസ്ഥന്മാർക്കും പണ്ഡിതന്മാർക്കും ബ്രാഹ്മണർക്കും വലിയൊരു ഉത്സവത്തിന്റെ രീതിയിലാണ് ഔദാര്യപൂർവ്വം എല്ലാം സൗകര്യപ്പെടുത്തിയത്. തപസ്സുകളുടെ അസാധാരണമായ ഇച്ഛാശക്തികൊണ്ടുതന്നെ എല്ലാ വസ്തുക്കളും ധാരാളമായി എത്തിച്ചേർന്നു. ഭരതൻ അത്ഭുതപ്പെട്ടു. ആ 2 സഹോദരന്മാർ മാത്രമല്ല, അയോധ്യയിൽ നിന്നും എത്തിച്ചേർന്നിരുന്ന മുഴുവൻ ആളുകളുടെയും ഈ ആഡംബരവും അതിസമൃദ്ധിയും കേവലം നിസ്സാരമായിട്ടാണ് എടുത്തതെന്ന് എടുത്തുപറയേണ്ടതാണ്. അവർ ഒട്ടും തന്നെ അതിൽ ആകർഷകരായിരുന്നില്ല. പരിമളവസ്തുക്കൾ, സുരഭില പുഷ്പങ്ങൾ, രസം കിനിയുന്ന ഫലങ്ങൾ, ആകർഷകവും സ്വാദിഷ്ടവുമായ ആഹാരങ്ങൾ എല്ലാം അവർക്ക് ആദരപൂർവമായൊരു ഭയമാണ് ജനിപ്പിച്ചത്. ഭരതനും ശത്രുഘ്നനും വേണ്ടി പ്രത്യേകമായി സൗകര്യപ്പെടുത്തിയ വെട്ടിത്തി ഉണ്ണുന്ന 2 ഇരിപ്പിടങ്ങളുടെ ഭംഗി തന്നെ വർണ്ണനാതീതമായിരുന്നു. എല്ലാം തയ്യാറായതിനുശേഷം മഹർഷി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട ഹാളിലേക്ക് വിരുന്നിൽ പങ്കെടുക്കുന്നതിനായി ഓരോരുത്തരെയും ക്ഷണിച്ചു. അവർ സൗന്ദര്യത്തിന്റെ ആ അത്ഭുതശാലയിലേക്ക് പ്രവേശിച്ച കുലഗുരുവും പത്നിയും അവർക്ക് പ്രത്യേകമായി ഏർപ്പെടുത്തിയ ഇരിപ്പിടങ്ങളിലേക്ക് ആനയിക്കപ്പെട്ടു. 4 ഭാഗത്തും മറയുള്ള ചിഹ്നങ്ങളാൽ അലങ്കൃതവുമായ ഒരു പ്രത്യേക ഭാഗത്തേക്ക് രാജകുമാരന്മാർ പ്രവേശിച്ചു. ശോകഭാരനമ്രകളായ അവർ മഹർഷിയുടെ ആജ്ഞ അനുസരിച്ചു. ഈ ഘട്ടത്തിൽ മഹർഷിയുടെ പ്രസന്നവദനരായ ശിഷ്യന്മാർ സഹോദരന്മാരായ ഭരതശത്രുഘ്നന്മാരെ ആശ്രമത്തിലെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് അർഹമായ എല്ലാ ബഹുമതികളോടും കൂടി ഉള്ളിലേക്ക് ആനയിച്ചു. വെഞ്ചാമരം വീശിയും വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചും നടവഴിയുടെ ഇരുവശത്തും യുവതപസ്സികൾ നിന്നു. വിശേഷപ്പെട്ട ആസനങ്ങളെ ആ സഹോദരന്മാർ സമീപിച്ചു. പക്ഷേ അടുത്തുവന്ന ഉടനെ ആദരസൂചകമായി തലതാഴ്ത്തി സിംഹാസനത്തിനു മുൻപിൽ നിലത്ത് നമസ്കരിച്ചു. അവർ ശിഷ്യരിൽ നിന്ന് വെഞ്ചാമരം വാങ്ങി സിംഹാസനങ്ങളുടെ ഇരുവശത്തും നിന്നു. ഭക്ത്യാദരങ്ങളോടെ വീശാൻ തുടങ്ങി. അവർ ആ ആസനങ്ങളിൽ ഉപവിഷ്ടരാവുന്നതിനു പകരം അവയെ ആരാധിക്കുകയാണ് ചെയ്തത്. അവിടെ സന്നിഹിതരായവരെല്ലാം ശൂന്യമായ സിംഹാസനങ്ങളുടെ നേരെ പ്രദർശിപ്പിച്ച ഭക്തിപ്രകടനമാകുന്ന ഈ ഭാവം കണ്ട് അത്ഭുതപ്പെട്ടു. സിംഹാസനത്തിലിരിക്കാനായി മഹർഷി ക്ഷണിച്ചപ്പോൾ ഭരതനും ശത്രുഘ്നനും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു: ഗുരോ, ഈ സിംഹാസനങ്ങൾ രാമനും സീതയ്ക്കുമുള്ളതാണ്. ഞങ്ങൾക്ക് അവയുടെ മേൽ യാതൊരവകാശവുമില്ല. ഈ പവിത്രമായ ആശ്രമത്തിൽ അവർക്ക് 2 പേർക്കും മൈനസ് ലക്ഷ്മീദേവിക്കും നാരായണനും മാത്രമേ സിംഹാസനങ്ങളിൽ ഇരിക്കാനുള്ള അവകാശം ഉള്ളൂ. ഞങ്ങൾ അവരുടെ സേവകരാണ്. അപ്രകാരം സേവിക്കുന്നതിന് ഞങ്ങളെ അനുവദിച്ചാലും. ഇതുകേട്ട് അവിടെയുണ്ടായിരുന്ന തപസ്സികളും മറ്റുള്ളവരും ആനന്ദപൂർവമായ അഭിനന്ദനത്തോടുകൂടി രോമാഞ്ചം കൊണ്ടു. രാമനോട് ആ സഹോദരന്മാർക്കുള്ള ഭക്തിയുടെ ആഘാതതയെപ്പറ്റി അവർ പരസ്പരം പുകഴ്ത്തിപ്പറഞ്ഞു. അവർ ആനന്ദബാഷ്പം പൊഴിച്ചു. അവരുടെ വിശ്വാസവും അതിന്റെ ദാർഢ്യവും കണ്ട് സന്യാസിമാർ അത്ഭുതസ്തബ്ധരായി. രൂപങ്ങൾ ഇരിക്കുന്നുവൻ മനസ്സിൽ കണ്ടുകൊണ്ട് കൊണ്ടുവരപ്പെട്ട വിഭവസമൃദ്ധമായ ഭക്ഷണം ഭരതശത്രുഘ്നന്മാർ ആദ്യം സീതാരാമന്മാർക്കായി അർപ്പിച്ചു. അതിനുശേഷം നിവേദിക്കപ്പെട്ട ആ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ചെറുകഷ്ണങ്ങളെടുത്ത് അവ കൺപുടങ്ങളിൽ തൊടുവിച്ച് ഈശ്വരാനുഗ്രഹത്തിന്റെ ബാഹ്യവും ദത്തവുമായ ചിഹ്നമെന്ന നിലയിൽ അവർ കഴിച്ചു. രാമനിൽ നിന്ന് വേർപെട്ടതുമൂലമുള്ള കഠിനദുഃഖത്താൽ യാതൊരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭരദ്വാജോഷിയോട് അയോധ്യയിലെ ഗുരുജനങ്ങള്, മന്ത്രിമാർ, അംഗരക്ഷകർ, പൗരന്മാർ എന്നിവരെല്ലാം ക്ഷമയാചനം ചെയ്തു. അവർക്കൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ല. കാരണം രാമദർശനം മാത്രമേ അവർക്ക് തൃപ്തി നൽകുകയുള്ളൂ എന്ന് അവർ മനസ്സിലായി. അതായിരുന്നു അവർ കൊതിച്ചിരുന്ന അമൃതഭക്ഷണം. മഹർഷിയുടെ ഔദാര്യത്തിന്റെ തോതിന്റെ ഉയർച്ച പോലെ അത്രയും അഗാധമായിരുന്നു അവർ ആണ്ടുപോയിട്ടുള്ള മ്ലാനത. ഭക്ഷണത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം രാമദർശനത്തിനായി ഉത്കണ്ഠാകുലരാണ് തങ്ങൾ എന്നവർ പറഞ്ഞു. തങ്ങളെ നിർബന്ധിക്കരുത് എന്ന് വിട്ടേക്കണമെന്ന അവരുടെ ആവശ്യത്തിന് അവസാനം മഹർഷി വഴങ്ങി. പ്രഭാതത്തിന്റെ ആദ്യലക്ഷണം കണ്ടതുകൂടി അത്രയും പുലർച്ചെ തന്നെ എല്ലാവരും വനത്തിലൂടെ യാത്ര തുടരുന്നതിനായി തയ്യാറായി. ആശ്രമം വിട്ടുപോകുന്നതിനു മുമ്പ് അവർ മഹർഷിയെ നമസ്കരിക്കുകയും അദ്ദേഹത്തിന്റെ അനുഗ്രഹവും അനുജ്ഞയും വാങ്ങുകയും ചെയ്തു. വഴി കാണിച്ചുകൊണ്ട് മുമ്പിൽ നടക്കുന്ന ദൂതുമാർക്ക് പിറകെ പല്ലക്കുകളും രഥങ്ങളും വേഗത്തിൽ നീങ്ങി. നിഷാദപ്രധാനനായ ഗുഹന്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് ഭരതൻ പിന്നിൽ നടന്ന ഭ്രാതൃസ്നേഹത്തിന്റെയും ഭ്രാതൃഭക്തിയുടെയും മൂർത്തീകരണമായി ഭരതൻ കാണപ്പെട്ടു. മുള്ളും കല്ലും കൊള്ളാതിരിക്കാൻ അദ്ദേഹം പാദരക്ഷ ധരിച്ചിട്ടില്ല. ചുട്ടുപൊള്ളുന്ന വെയിലിൽ നിന്നുമുള്ള രക്ഷയ്ക്കായി കുട പിടിച്ചിരുന്നില്ല. കുട പിടിച്ചുകൊടുക്കാൻ ആരെയും സമ്മതിച്ചതുമില്ല. പാദരക്ഷ കൊണ്ടുവരുന്നതിനായി ആരെയും അനുവദിച്ചിരുന്നുമില്ല.
പക്ഷേ ഭൂമിക്ക് അദ്ദേഹത്തിൽ ദയ തോന്നിപ്പോകുന്ന വഴി പ്രഥമതഃ മൃദുവും സുഖപ്രദവുമാക്കിക്കൊടുത്തു. യാത്രയിലുടനീളം മാരുതൻ മന്ദവും ശീതളവുമായി വീശിക്കൊടുത്ത് അദ്ദേഹത്തിന് സുഖമരുളി. സൂര്യൻ തന്റെയും അവരുടെയും മധ്യേ മേഘം കൊണ്ട് മറപിടിച്ചു. അങ്ങനെ വെയിലിന്റെ തീഷ്ണത കുറച്ചു. സായാഹ്നമായപ്പോൾ അവർ യമുനാതീരത്തെത്തി. രാത്രിയിൽ മുഴുവൻ സമയവും എണ്ണമറ്റ തോണികൾ കരയ്ക്ക് അടുപ്പിക്കപ്പെടുന്നത് കാണാമായിരുന്നു. അതുകൊണ്ട് പ്രഭാതമായപ്പോൾ അവർക്കെല്ലാവർക്കും ഒന്നിച്ച് നദി കടക്കാൻ സാധിച്ചു. അനന്തരം നദിയിൽ സ്നാനം ചെയ്ത് ആദരസമന്വിതം പുണ്യനദിയെ നമസ്കരിച്ച ശേഷം അവർ യാത്ര തുടർന്നു. അവിടുന്നങ്ങോട്ട് ഭരതശത്രുഘ്നന്മാർ പരിവ്രാജകവേഷത്തിലായിരുന്നു. അവരോടൊപ്പം സഖാക്കൾ, മന്ത്രിമാർ, അംഗരക്ഷകർ തുടങ്ങിയവർ ഹൃദയത്തിൽ സീതാരാമന്മാരുടെ രൂപം വഹിച്ചുകൊണ്ട് നടന്നു. ഗ്രാമനിവാസികൾ ആ ജനക്കൂട്ടത്തെ കണ്ട് യോഗരങ്ങളോടെ നിന്നു. നദിയിൽ നിന്നും വെള്ളം കൊണ്ടുവരാൻ പോയിരുന്ന സ്ത്രീകൾ ഭരതശത്രുഘ്നന്മാരെ കണ്ട് വഴിയിൽ പാത്രവും വച്ച് വിസ്മയത്തോടെ രണ്ടു സഹോദരന്മാരെയും ദർശനം തടസ്സപ്പെട്ടു പോകാതിരിക്കാൻ കൺപോള കൂട്ടാതെ നോക്കിനിന്നു. അവരാരാണെന്ന് ആ സ്ത്രീകൾ അത്ഭുതപ്പെട്ടു. കുറച്ചു ദിവസം മുമ്പ് ഇതുവഴി പോയ രാമലക്ഷ്മണന്മാരാണിവരും. ഈ യാത്രയിൽ സീത അവരുടെ കൂടെയില്ലെന്നും പകരം സായുധ സൈന്യവും രഥങ്ങളും ആനകളും കുതിരകളും മറ്റുമുള്ളതെന്നും അവർ കണ്ടു. സീത അപ്പോൾ എവിടെയായിരിക്കുമെന്ന് അവരാലോചിച്ചു. നടന്നു നീങ്ങുന്ന ജനക്കൂട്ടത്തിൽ അവർ ഔത്സുക്യപൂർവ്വം ജിജ്ഞാസയോടെ സീതയെ തിരഞ്ഞു. കണ്ടില്ല. അവർ തങ്ങളുടെ സ്നേഹിതകളുമായി പതുക്കെ പറഞ്ഞുകൊണ്ട് ആ നിരാശ പങ്കിട്ടു. അവർ രാമനെയും ലക്ഷ്മണനെയും അന്ന് കണ്ടപ്പോൾ ആ സഹോദരന്മാർ ശാരീരികമായ ആകർഷകത്വം കൊണ്ടും യൗവനം, സദ്ഗുണങ്ങൾ, ബുദ്ധി എന്നിവയെക്കൊണ്ടും വളരെ ശോഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവരുടെ മുഖത്ത് കനത്ത ശോകത്തിന്റെ മ്ലാനതയാണ് കണ്ടത്. അതിനാൽ അന്ന് ഈ വഴി പോയവരായിരിക്കില്ല ഇവർ എന്ന് ഒരു സ്ത്രീ വാദിച്ചു. രാജകീയ സംഘത്തിലെ ഒരു ചാരൻ ഇവരുടെ ഈ സംഭാഷണം കേട്ടു. അത് ഭരതനെ രഹസ്യമായി അറിയിച്ചു. അവർ രാമന്റെ സഹോദരന്മാരാണെന്നും രാമദർശനത്തിനായി അവർ പോകുകയാണെന്നും താമസിയാതെ അവർ മനസ്സിലാക്കി. ഈ വിവരം കേട്ടപ്പോൾ പരുക്കൻ സ്വഭാവക്കാരിയായ ഒരു സ്ത്രീക്ക് കോപമായി. അവൾ ചോദിച്ചു, അച്ഛൻ കൊടുത്ത സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഇദ്ദേഹത്തെ നോക്കൂ. തന്റെ ജ്യേഷ്ഠന്റെ ദർശനത്തിന് സായുധസേനയോടുകൂടി പോകുന്നു. ഇദ്ദേഹത്തിന് ലജ്ജയില്ലേ? ഈ ഘട്ടത്തിൽ മറ്റൊരുത്തി അവളെ തടഞ്ഞുകൊണ്ടു പറഞ്ഞു, സഹോദരീ, അങ്ങനെ പറയാതെ നമ്മുടെ ദശരഥ ചക്രവർത്തിക്ക് അത്തരം കഠിനഹൃദയരായ സന്താനങ്ങൾ ഉണ്ടാവുകയില്ല. അദ്ദേഹം സൈന്യവുമായി രാമസമീപം പോകുന്നത് രാമനെ അയോധ്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിനായിരിക്കും. രാജകീയ ബഹുമതികളോടെ രാമനെ കൂട്ടിക്കൊണ്ടുപോകാനായിരിക്കും. മൂന്നാമതൊരുവൾ ഈ അഭിപ്രായം സ്വീകരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചു. അവർ പറഞ്ഞു, അതെ അതെ, ഭൂമിയിൽ ഏതൊരു മാളത്തിൽ ഏതൊരു പാമ്പാണുള്ളതെന്ന് ആർക്കറിയാം. ഒരാളുടെ സ്വഭാവത്തെപ്പറ്റി മറ്റൊരാൾക്കൊന്നും പറയാനാവില്ല. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രേരണ കൊടുക്കുന്ന ഉദ്ദേശ്യത്തെയും വികാരത്തെയും ആർക്ക് പരിശോധിക്കാനാവുമോ? അത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ളതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ രാമൻ സത്യത്തെ അചഞ്ചലമായി അവലംബിക്കുന്നയാളാണ്. ആര് അവിടത്തോട് അഭ്യർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും 14 സംവത്സരത്തേക്ക് നാടുകടത്തപ്പെട്ട നിലയിൽ അത്രയും കാലം കാട്ടിൽ കഴിച്ചുകൂട്ടിയല്ലാതെ രാമൻ അയോധ്യയിലേക്ക് മടങ്ങുകയില്ല. ഇതെന്റെ വിശ്വാസമാണ്. ഈ വിധം അവർ തങ്ങളുടെ ഉത്കൃഷ്ടമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. ഗ്രാമീണ വനിതകളുടെ ഈ സംഭാഷണം ചാരന്മാർ ഭരതനെ അറിയിച്ചു. നാട്ടിൻപുറങ്ങളിലെ ഈ ലോകപരിചയം കുറഞ്ഞ സ്ത്രീകൾ പോലും രാമന്റെ മഹത്വത്തെപ്പറ്റി ഇത്രയും അത്ഭുതകരമായ വിധം ആധികാരികമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ഭരതൻ വളരെ സന്തുഷ്ടനായി. അങ്ങനെ ഭരതശത്രുഘ്നന്മാർ സ്വന്തം വിനയത്തെയും ഭ്രാതൃഭക്തിയെയും സംബന്ധിച്ചുള്ള പ്രശംസകൾ കേട്ടുകൊണ്ട് സഞ്ചരിച്ചു. തങ്ങളുടെ മനസ്സ് അവർ എപ്പോഴും രാമനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തിയിരുന്നു. മുന്നോട്ടു പോകുന്നതോറും അനേകം ബ്രാഹ്മണരെയും തപസ്വികളെയും സന്യാസിമാരെയും മറ്റനേകം പുണ്യാത്മാക്കളെയും കണ്ടുമുട്ടുകയുണ്ടായി. രാമനെയും അവിടുത്തെ സദ്ഗുണങ്ങളെയും കീർത്തിക്കുന്ന സന്തോഷകരമായ ധർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരുന്നു അവരെല്ലാം. ഭരതൻ അവരെ നമസ്കരിച്ചു. അവർ വരുന്നതെവിടെ നിന്നാണെന്നന്വേഷിച്ചു. ഹർഷോന്മാദത്തിന്റെ ഉയർന്നുവരുന്ന അലകൾ നിയന്ത്രിക്കാൻ ആ പുണ്യാത്മാക്കൾ വളരെ പണിപ്പെട്ടു. ഉത്തരം പറയാൻ അവസാനം ശബ്ദം സ്വാധീനമായി. ഔത്സുക്യപൂർവമായ പ്രതീക്ഷയോടുകൂടി ഭരതൻ അവരെ വീക്ഷിച്ചു. തങ്ങൾ സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും ദർശനം ലഭിച്ചു കഴിഞ്ഞിട്ട് മടങ്ങുകയാണെന്നവർ പറഞ്ഞപ്പോൾ ഭരതനും ശത്രുഘ്നനും അവരെ സാഷ്ടാംഗം നമസ്കരിച്ചു. അവരുടെ കവിൾത്തടങ്ങളിലൂടെ ആനന്ദബാഷ്പം ഒഴുകി. ഭരതൻ പറഞ്ഞു, ഓ, നിങ്ങളെത്ര ഭാഗ്യവാന്മാരാണ്. പറയൂ, രാമദേവൻ എത്ര ദൂരെയുള്ളതെന്ന് പറയൂ. അവരെവിടെയാണുള്ളത്? സന്യാസിമാരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി അവർ അന്വേഷിച്ചു. അവർക്ക് കുറെ ദൂരെ കൂടി സഞ്ചരിക്കേണ്ടതുണ്ടെന്നറിഞ്ഞപ്പോൾ അവിടെത്തന്നെ അവരോടൊപ്പം ആ രാത്രി കഴിച്ചുകൂട്ടാൻ തീരുമാനിച്ചു. പ്രഭാതമായി. തങ്ങൾ ചിത്രകൂടാചലത്തിന് വളരെ അടുത്താണുള്ളതെന്ന് അവർക്ക് മനസ്സിലായി.
രാമനെയും ലക്ഷ്മണനെയും സീതാമാതാവിനെയും കാണാനുള്ള തീവ്രതയിൽ അവർ ഇരട്ടി വേഗത്തിൽ യാത്ര തുടർന്നു. മധ്യാഹ്നമായപ്പോൾ യാത്രാസംഘം മന്ദാകിനി നദിയുടെ മർമ്മരശബ്ദം കേട്ടുതുടങ്ങി. ചിത്രകൂടശിവരം വ്യക്തമായി കാണുവാനും കഴിഞ്ഞു. ചിത്രകൂടശൃംഗം കാണാറായപ്പോൾ അവർ ദണ്ഡനമസ്കാരം ചെയ്തു. എഴുന്നേറ്റുനിന്നു പുതുശക്തിയോടുകൂടി അവർ മുമ്പോട്ടു നടന്നു. അത്യന്തം തളർന്നുപോയതുമൂലം നിരാശപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് പെട്ടെന്ന് ആനയുടെ ശക്തി കൈവന്നതായി അനുഭവപ്പെട്ടു. അവർ അതിവേഗം നടന്നു. തങ്ങളുടെ ശാരീരിക സ്ഥിതിയെ സംബന്ധിച്ച് ശ്രദ്ധിച്ചതേയില്ല. പല്ലുകൊഴിഞ്ഞു പൊട്ടി ചോരയൊലിച്ചിരുന്ന കാലടികളോടുകൂടി മുന്നോട്ടു നീങ്ങിയവർ ജയ ജയ എന്ന ചൈതന്യദായകമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടും രാമനാമം ഉച്ചരിച്ചുകൊണ്ടും മുന്നേറിയപ്പോൾ പെട്ടെന്ന് പുതിയ ശക്തി ലഭിച്ചതായി അനുഭവപ്പെട്ടു. അന്ന് പ്രഭാതത്തിനു മുമ്പുതന്നെ രാമൻ ഉണർന്നിരുന്നു. അന്ന് മറ്റു ദിവസങ്ങളേക്കാൾ കൂടുതൽ കൂടെ പിതാവിനെക്കുറിച്ച് ഓർക്കുന്നതായി രാമൻ സീതയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സീത പറഞ്ഞു, പ്രഭോ, ഞാൻ സ്വപ്നം ഒരിക്കലും കാണാറില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. എന്നാൽ ഇന്നലെ രാത്രി എനിക്ക് അത്ഭുതകരമായ ഒരു സ്വപ്നമുണ്ടായി. അതൊരു സ്വപ്നമേ ആയിരുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങയുടെ വിരഹം ഹേതുവായി ഭരതനും ശത്രുഘ്നനും വളരെ മെലിഞ്ഞ് ദുർബലരായിത്തീർന്നതായി ഞാൻ കണ്ടു. അങ്ങില്ലാതെ ഒരു നിമിഷം പോലും അയോധ്യയിൽ കഴിയുന്നത് അസാധ്യമായതുകൊണ്ട് അവർ അയോധ്യയിലെ പൗരന്മാരോടുകൂടി മാത്രമല്ല, കൗസല്യ, കൈകേയി, സുമിത്ര എന്നീ രാജമാതാക്കളോടും കൂടി നമ്മുടെ അടുത്തേക്ക് വരികയാണെന്നും ഞാൻ സ്വപ്നം കണ്ടു. ഈ അവസ്ഥ വർണ്ണിക്കുമ്പോൾ സീതാദേവിയുടെ നേത്രങ്ങൾ നിറഞ്ഞിരുന്നു. രാമൻ ലക്ഷ്മണനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, സീതയ്ക്കുണ്ടായ സ്വപ്നം നീ കേട്ടില്ലേ? ഇത് ശുഭവാർത്തയല്ല. കാരണം സീത സ്വപ്നത്തിൽ മറ്റുള്ളവരെയെല്ലാം കണ്ടു. ഞാൻ എന്റെ സ്വപ്നത്തിൽ അച്ഛനെ മാത്രം കണ്ടു. ഇതൊരു ദുശ്ശകുനമാണെന്നെനിക്ക് തോന്നുന്നു. വരൂ, നമുക്ക് സ്നാനം ചെയ്യാം. അത് നല്ലതാണ്. അങ്ങനെ അവർ 3 പേരും നദിയിൽ കുളിക്കാൻ പോയി. ആ ഘട്ടത്തിൽ പക്ഷികൾ കൂട്ടമായി കുറുകെ ആകാശത്തിലൂടെ പറന്നു. വടക്കൻ പ്രദേശം കനത്ത പൊടിപടലം കൊണ്ട് അന്ധകാരമായി. അനേകം പക്ഷികളും മൃഗങ്ങളും വിറച്ച് പല ഭാഗങ്ങളിലേക്കും പറക്കുകയും ഓടുകയും ചെയ്തു. ഈ അസാധാരണ സംഭവം കണ്ട് ലക്ഷ്മണൻ എന്തെന്നറിയാൻ വലിയൊരു മരത്തിൽ കയറി നോക്കി. കാലാളുകളും ആനകളും കുതിരകളും രഥങ്ങളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങളുടെ ഭാഗത്തേക്ക് നീങ്ങിവരുന്നതായി അദ്ദേഹം കണ്ടു. അതിന്റെ തലവനായി ഒരു രാജാവുണ്ടാകുമെന്ന് അദ്ദേഹം ഊഹിച്ചു. അദ്ദേഹം രാമനെ വിവരമറിയിച്ചു. അത് സീതയ്ക്കുണ്ടായ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണെന്ന് രാമൻ പറഞ്ഞു. ഏറ്റവും വേഗം പർണശാലയിലേക്ക് പോകണമെന്ന് രാമൻ ഉപദേശിച്ചു. ഇതിനിടയിൽ വനത്തിലെ ഭീലന്മാരും കിരാതന്മാരും മറ്റു വനവാസികളും രാമസന്നിധിയിലേക്ക് ഓടിവന്നു. ക്രമീകൃതമായ ഒരു വലിയ സൈന്യം ഇങ്ങോട്ടു വരുന്നുണ്ടെന്നും അത് നയിക്കുന്ന രാജകീയ നേതാവിന്റെ രഥത്തിൽ ആൽമരം അടയാളമായുള്ള ഒരു കൊടിയുണ്ടെന്നും കിതച്ചുകൊണ്ടവർ അറിയിച്ചു. സീതയും രാമനും ലക്ഷ്മണനും അത് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഭരതനല്ലാതെ മറ്റാരുമല്ലെന്ന അനുമാനം ഉറപ്പിക്കുകയുണ്ടായി. അവർക്ക് അതിൽ യാതൊരു സംശയവുമുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ലക്ഷ്മണൻ ക്രോധം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. രാമനെ ദർശിക്കാൻ വരുമ്പോൾ എന്തിനി പൂർണ്ണബലമുള്ളൊരു സൈന്യത്തെ കൊണ്ടുവരുന്നു? അദ്ദേഹം ചോദിച്ചു. ആ ദുഷ്ടതയുടെ നിലയിൽ ആക്രമിക്കുകയും അദ്ദേഹം വനവാസം കഴിഞ്ഞ് മടങ്ങിവന്നാൽ ഭരണം ഏറ്റെടുക്കാനിടയില്ലാത്ത വിധം വകവരുത്തുകയും ചെയ്യണമെന്ന കുതന്ത്രം ഭരതൻ ഉപദേശിച്ചു കൊടുക്കുകയോ ചെയ്തതായിരിക്കണം. ഭരതൻ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടാകണം എന്ന് ലക്ഷ്മണൻ ഊഹിച്ചു. തിളച്ചുയരുന്ന ക്രോധജ്വാലകൾ അദ്ദേഹത്തെ വിഴുങ്ങിത്തുടങ്ങി. ഇരുന്നു. ചുട്ടുപഴുത്ത കൽക്കരിക്കനൽ പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകൾ. അദ്ദേഹത്തിന്റെ വാക്കുകൾ വാൾകൊണ്ടു തറയ്ക്കുന്ന പോലെ നിശിതമായിരുന്നു. ലക്ഷ്മണനിൽ വന്ന ഈ മാറ്റം രാമൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മണ, അടങ്ങൂ. ക്രുദ്ധനാവാതെ ശാന്തനായിരിക്കൂ. ഭരതൻ സദ്ഗുണശാലിയാണ്. അവന്റെ സ്നേഹം അമേയവും പൊയ്കയ്ക്ക് താമരയെന്ന പോലെ അവൻ ഇക്ഷ്വാകുരാജവംശത്തിന് തിലകം കൂട്ടുകയാണ്. ഇത്രയും പരിശുദ്ധനും കുറ്റമറ്റവനും പുണ്യാത്മാവുമായ ഒരാളെ ദുഷിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ ഭരതനെക്കുറിച്ച് ശരിയായ വിവരം വെളിപ്പെടുത്തി ലക്ഷ്മണന്റെ തിളച്ചുയരുന്ന ക്രോധം ശമിപ്പിക്കുവാൻ രാമനു കഴിഞ്ഞു. ഉടനെ താൻ ഭ്രാതാവായ ശത്രുഘ്നനോടും പരിജനങ്ങളോടും അനുയായികളോടും ഒന്നിച്ച് രാമന്റെ ദർശനം കാംക്ഷിക്കുന്നുവെന്ന സന്ദേശം ചില കാട്ടുജാതിക്കാർ വഴി ഭരതൻ രാമനെത്തിക്കുകയുണ്ടായി. ഈ സന്തോഷവാർത്ത കേട്ട് രാമൻ ആഹ്ലാദം കൊണ്ടു. ഹേമന്തകാലാന്ത്യത്തിലെ തടാകങ്ങളെപ്പോലെ അദ്ദേഹത്തിന്റെ നയനങ്ങൾ സജലങ്ങളായി. തിടുക്കത്തിൽ കുളികഴിഞ്ഞ് രാമനും സീതയും ലക്ഷ്മണനും പർണശാലയിലേക്ക് മടങ്ങുന്ന വഴിക്കാണതെല്ലാം സംഭവിച്ചത്. അവർ പർണശാലയിലെത്തിയപ്പോൾ ഭരതൻ അവരെ കണ്ടു. പ്രാണവേദന കൊണ്ട് ഭരതന്റെ മനസ്സ് പിളർന്നു. കഠിനവേദനയാൽ അദ്ദേഹം രാമ എന്നു ദുഃഖാകുലനായി ഉറക്കെ നിലവിളിച്ചു. ഓടിവന്ന് രാമപാദങ്ങളിൽ ദീർഘദണ്ഡ നമസ്കാരം ചെയ്ത് ഉച്ചത്തിൽ വിലപിച്ചു. തങ്ങളെ വേർപെട്ടതുമൂലം ഭരതൻ അനുഭവിക്കുന്ന കഠിനവേദന ലക്ഷ്മണൻ കണ്ടു.
അദ്ദേഹം ഭരതന്റെ ഉദ്ദേശ്യങ്ങളെ സംബന്ധിച്ച് താൻ വിലയിരുത്തിയത് വളരെ തെറ്റിപ്പോയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം ഉള്ളിൽ തീവ്രമായി പശ്ചാത്തപിച്ചു. ശോകഭാരം കൊണ്ട് അദ്ദേഹത്തിന്റെ തല കുനിഞ്ഞു. അദ്ദേഹം ഭരതശത്രുഘ്നന്മാരോടൊപ്പം ധാരാളം കണ്ണുനീർ വാർത്തു. രാമൻ സഹോദരന്മാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവരുടെ വികാരങ്ങൾ ശാന്തമാക്കാനും ദുഃഖം ശമിപ്പിക്കാനും ശ്രമിച്ചു. അപ്പോഴേക്കും രാജന്മാർമാരായ കൗസല്യയും കൈകേയിയും സുമിത്രയും മന്ത്രിമാരും കുലഗുരു വസിഷ്ഠനും പണ്ഡിതന്മാരും പൗരന്മാരും സേനാംഗങ്ങളും രാമന്റെ സമീപം വന്നു. രാമദർശനത്തിൽ ദുഃഖത്തിനും സന്തോഷത്തിനും അവർ അധീനരായി. പുൽക്കൂടിലിനു സമീപം താപസവേഷത്തിൽ രാമനെ കണ്ടപ്പോൾ അവർക്കുണ്ടായിരുന്ന ദുഃഖം തുടച്ചു. മാട്ടുവാൻ കുറേകാലത്തെ വിരഹത്തിനുശേഷം തങ്ങളുടെ പ്രിയങ്കരനായ ആ രാജകുമാരനെ കണ്ടപ്പോഴുണ്ടായ സന്തോഷത്തിനു കഴിഞ്ഞില്ല. ദുഃഖത്തിന്റെയും കൃതജ്ഞതയുടെയും ബാഷ്പങ്ങൾ തൂകി അവർ വിലപിച്ചു പുലമ്പി. അവരുടെ പൊട്ടിത്തകർന്ന ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട രാമ രാമ എന്ന രോദനം ഭൂമിയുടെയും ആകാശത്തിന്റെയും അനന്തവിസ്തൃതിയിൽ അതിവേഗത്തിൽ വ്യാപിച്ചു. രാമൻ അവരോട് മൃദുവായും മധുരമായും സംസാരിച്ചു. വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചു. അനന്തരം അദ്ദേഹം അമ്മമാരുടെ സമീപം ചെന്നു. ദൗർഭാഗ്യത്തിന്റെയും ദുരിതത്തിന്റെയും ആ ചിത്രങ്ങൾ നോക്കാൻ രാമനായില്ല. രാമൻ ആ രംഗം സഹിക്കാൻ കഴിഞ്ഞില്ല. സംഭവിച്ച ആപത്തിനെ സംബന്ധിച്ച അവബോധം അദ്ദേഹത്തിനുണ്ടായി. ഉടനെ തന്നെ സ്വയം സമാധാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. പിതാവ് അന്തരിച്ചുവെന്ന് കേട്ടപ്പോൾ അദ്ദേഹം ദുഃഖിച്ചു. പക്ഷെ ക്ഷണത്തന്നെ ശോകവിമുക്തനായി. ലക്ഷ്മണനെ അടുത്തു വിളിച്ച് അദ്ദേഹത്തെ വസ്തുത അറിയിച്ചു. കാര്യങ്ങൾ കുറേക്കൂടി പൂർണ്ണമായി ലക്ഷ്മണനെ അറിയിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മനസ്സിലാക്കി. അദ്ദേഹം രാജവംശത്തിന്റെ മന്ത്രിയായ സുമന്ത്രരെ വിളിച്ചു. ഈ വസ്തുതകളും അയോധ്യയുടെ ഭരണപരമായ കാര്യങ്ങളും ലക്ഷ്മണന് വിശദീകരിച്ചു കൊടുക്കാനായി അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ സുമന്ത്രർ ദുഃഖഭാരം സഹിക്കാനാവാതെ നിലംപതിച്ചു. എഴുന്നേൽക്കാൻ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം കരച്ചിലിനിടയിൽ ഇങ്ങനെ പറഞ്ഞു: ലക്ഷ്മണ, ഇനി നമുക്ക് ദശരഥൻ എവിടെയാണുണ്ടാവുക? രാമനിൽ നിന്നും സീതയിൽ നിന്നും അങ്കയിൽ നിന്നും വേർപെട്ടതുകൊണ്ടുണ്ടായ ദുഃഖത്തിന്റെ അഗ്നിജ്വാലകളാൽ അദ്ദേഹം ഭസ്മീകരിക്കപ്പെട്ടു. അയോധ്യ കാടായി തീർന്നിരിക്കുന്നു. അവിടെ എവിടെ നോക്കിയാലും ദുഃഖമേ കാണാനുള്ളൂ. അവിടെ കേൾക്കുന്നതെല്ലാം വിലപമാണ് മനുഷ്യർ. മാത്രമല്ല, പക്ഷികളും മൃഗങ്ങളും കൂടി നിങ്ങൾ വിട്ടുപോയപ്പോൾ ജീവത്യാഗം ചെയ്യുകയുണ്ടായി. അവശേഷിച്ചവരെല്ലാം നിങ്ങൾ മടങ്ങിവരുമെന്ന പ്രതീക്ഷയിൽ ജീവൻ നിലനിർത്തുകയാണ്. ഇതുകേട്ട് ലക്ഷ്മണൻ കണ്ണുനീരൊഴുക്കി മറുപടിയൊന്നും പറയാൻ കഴിയാതെ മരക്കട്ട പോലെ നിന്നു. ഒരു വാക്കും മിണ്ടാതെ ലക്ഷ്മണൻ രാമനെ സമീപിച്ച് ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു: ഇത്രയും ഭയങ്കരമായ വിപത്ത് സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക്